ഇന്നെനിക്ക് നിങ്ങളോടൊരു ബന്ധത്തെക്കുറിച്ച് പറയാനുണ്ട്. മനുഷ്യനും ഒരു പക്ഷിയും തമ്മിലുള്ള അതിശയകരമായ ഒരു ബന്ധം. ഇടവേളകളില്ലാത്ത, പ്രതീക്ഷകളില്ലാത്ത, പക്ഷേ നിഷ്ഠയാൽ നിറഞ്ഞ ഒരു ആത്മബന്ധം. വനത്തിന്റെ ആഴങ്ങളിൽ ക്യാമറയുമായി അലയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, ആനന്ദ്. ലോകം പകർത്താനിറങ്ങിയവൻ. ഒരിക്കൽ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ഒരു ദീനമായ കരച്ചിലവൻ കേട്ടു. നോക്കിയപ്പോൾ മുറിവേറ്റ് പിടയുന്നൊരു കഴുകൻ കുഞ്ഞ്. ലോകം പറഞ്ഞു, കഴുകൻ അപകടത്തിന്റെ ലക്ഷണമാണ്, മരണത്തിന്റെ ദൂതനാണ്. പക്ഷേ ആനന്ദ് അതിനെ വീട്ടിലെത്തിച്ചു. മുറിവുകളിൽ മരുന്നിട്ടു, സ്നേഹം കൊണ്ട് അതിനെ ജീവിക്കാൻ പഠിപ്പിച്ചു. അവനതിനൊരു പേരിട്ടു, കാല. മുറിവുകൾ ഉണങ്ങിയപ്പോൾ കാല പറന്നുപോയില്ല, അവൾ ആനന്ദിന്റെ ശ്വാസമായി മാറി. ആനന്ദ് കാട്ടിലിറങ്ങുമ്പോൾ ആകാശത്ത് കാല കാവൽ നിന്നു. അവൻ തനിച്ചാണെന്ന് തോന്നിപ്പിച്ചെങ്കിലും ഒരിക്കലും അവൻ ഒറ്റയ്ക്കായിരുന്നില്ല. മുകളിൽ നിഴലായി അവളുണ്ടായിരുന്നു. ഒരു ദിവസം ആനന്ദിന്റെ ക്യാമറയിൽ വന്യജീവി വേട്ടക്കാരുടെ ദൃശ്യങ്ങൾ കുടുങ്ങി. ക്രൂരതയുടെ തെളിവുകൾ. പാറപ്പുറത്തിരുന്ന കാല അപകടം മണത്തു. ഒരു കനത്ത ശബ്ദം അവൾ പുറപ്പെടുവിച്ചു. പക്ഷേ അത് വേട്ടക്കാരെ ചൊടിപ്പിച്ചു. ആനന്ദ് തെളിവുകൾ ഒളിപ്പിച്ചു. പക്ഷേ ആ ക്രൂരന്മാരുടെ മുന്നിൽ അവന് പിടിച്ചു നിൽക്കാനായില്ല. I want the camera. Bring it to me. ആ കാടിന്റെ മണ്ണിൽ ആനന്ദിന്റെ ശ്വാസം നിലച്ചു. പക്ഷേ ആനന്ദ് മണ്ണിൽ ഒറ്റയ്ക്കായിരുന്നില്ല. കാല അവന് കാവലിരുന്നു. സ്വന്തം വർഗ്ഗക്കാരെ പോലും ആ ശരീരത്തിൽ തൊടാൻ അവൾ അനുവദിച്ചില്ല. ഒരു പൂവിനെ പോലെ അവനെ അവൾ കാത്തു. അവനില്ലെങ്കിലും ആ ബന്ധം അവിടെ തുടർന്നു. പക്ഷേ കഥ അവിടെ അവസാനിക്കുന്നില്ല. കാലയ്ക്കൊപ്പം ഒരു വലിയ കഴുകൻ സേന തന്നെ ആകാശത്ത് നിരന്നു. മനുഷ്യന്റെ ക്രൂരതയ്ക്ക് പ്രകൃതി നൽകിയ വിധി. പിന്നീട് ആ കാട്ടിലിറങ്ങിയ വേട്ടക്കാരെ കാത്തിരുന്നത് നീല ആകാശത്ത് നിന്നുള്ള മരണമായിരുന്നു. ഒന്നൊന്നായി അവർ വീഴ്ത്തപ്പെട്ടു. മനുഷ്യന്റെ കൊലപാതകത്തിന് കഴുകന്മാർ തീർപ്പുണ്ടാക്കി. പിന്നീട് പോലീസിന് ആനന്ദിന്റെ ശരീരം മാത്രമേ കിട്ടിയുള്ളൂ. അവർ പറഞ്ഞു, ഇവൻ ഒറ്റയ്ക്കല്ല മരിച്ചത്, ഒരു പക്ഷി അവനെ കാവലിരുന്നു. കൊലയാളികളെ ആരും കണ്ടെത്തിയില്ല, കാരണം വിധി നേരത്തെ തീരുമാനിക്കപ്പെട്ടിരുന്നു. നമ്മൾ നൽകുന്ന നന്മ ഒരിക്കലും നഷ്ടമാകില്ല. അതിന് ചിറകുകൾ മുളയ്ക്കും. അതെന്നെങ്കിലും നമ്മളിലേക്ക് തന്നെ തിരിച്ചുവരും. ആനന്ദിന്റെ ഓർമ്മകൾക്കിന്ന് കാലയുടെ ചിറകുകളുടെ കരുത്തുണ്ട്. നന്ദി.